ഞാനൊരു DST ബോക്സിന്റെ ക്ലച്ച് മാറുന്നത് എങ്ങനെയെന്ന് പഠിക്കാൻ വേണ്ടിട്ട് വന്നതാ. വയനാട് സ്ഥലം നമ്മുടെ സുലേറിനാണ് പറഞ്ഞിരാന്ന് പറഞ്ഞത് കേട്ടാ. ഞാൻ ഇവിടെ വന്നപ്പോ കണ്ടു വെച്ചത് കണ്ടോ, ഒരുപാട് ഇതൊക്കെ ഓട്ടോമാറ്റിക് ബോക്സുകളാണ്. ഈ കണക്കിന് മൊത്തം ഓട്ടോമാറ്റിക് ബോക്സുകളുടെ ടോർക്ക് കൺവേർട്ടാണ്. ഇത് കളക്കുന്നത് എന്താ പറയുക, ഫോർച്യൂണറുടെ ഇതാണ്. ഈ കാണുന്ന BM ആണ്. ഈ സ്ഥലം ഇല്ലാത്തതുകൊണ്ട്, സ്ഥലത്തിന്റെ പരിമിതി കൊണ്ട് ജസ്റ്റ് അതിന്റെ ടയറുടെ ഞാൻ കണ്ടു ഇവിടെ നോക്കുമ്പോ 15 വണ്ടി ഗിയർ ബോക്സ് മാത്രം ഓട്ടോമാറ്റിക് ബോക്സ് മാത്രം കിടക്കുന്നത്. അവിടെ ഹൈദരാബാദും ഇന്ത്യൻ നമുക്ക് ഇന്ത്യന്റെ എല്ലാ സ്ഥലത്തുനിന്നും ഗിയറുകൾ കയറ്റിവിടുന്നുണ്ട്. നമുക്ക് ഈ ഒരു പ്രശ്നം എന്താ പറയുക, ഈ ഒരു വീഡിയോ കാണുന്നതോടുകൂടി വീഡിയോ ഇഷ്ടമല്ല, നമ്മുടെ ഫ്രണ്ട്സുകൾ തന്നെയാണ്. പക്ഷെ നമ്മളാരും ഇതാക്കല്ല, കാരണം എല്ലാവർക്കും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കൂടുതൽ. അത് കൂടുതലും അങ്ങനെ വരും. പിന്നെ ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞാൽ അത്രയും നിങ്ങൾക്ക് അറിയാം, ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര തലവേദന പിടിച്ചിട്ട്. കാരണം നമ്മളൊരു ഗിയർ ചെയ്യുകയാണെങ്കിൽ തന്നെ ഇതിനെ കുറിച്ചിട്ട് ചെയ്ത ഗിയർ തന്നെയാണെങ്കിൽ തന്നെ വീണ്ടും രാത്രി ഉറക്കൊഴിച്ചപ്പോൾ എന്റെ മുഖം കണ്ടാ അറിയാം ഉറക്കൊഴിക്കുന്നത്. അപ്പോൾ ഉറക്കൊഴിച്ചിട്ടുണ്ടെങ്കിൽ കൊണ്ട് വീണ്ടും ഒന്ന് പഠിച്ചതിന് ശേഷം ഇതിന്റെ ഡാറ്റ ഒക്കെ മനസ്സിലാക്കിയ ശേഷം ഞാൻ വീണ്ടും ചെയ്യാറ്. ഈ ട്രാൻസ്മിഷന്റെ ഏറ്റവും നമ്പർ 1 സംഭവങ്ങളാണ് ഈ സോണക്സ്. അതുപോലെ US-ന്റെ സാധനം, മീഡിയം US-ന്റെ സാധനം ഒക്കെ പുറത്തുണ്ട്. വളരെ പെങ്ങളുണ്ട്, അച്ഛന്റെ പെങ്ങളെ മോളുണ്ട്, അവള് കൊടുത്തയക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ചില ഫ്രണ്ട്സുകളൊക്കെ നമുക്ക് എന്താ പറയുക ദുബൈയിൽ എത്തിച്ച് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ അങ്ങനെ കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെയും കുറച്ച് സാധനങ്ങൾ കിട്ടും, അങ്ങനെ അടിച്ചേക്കും. അപ്പൊ ഓട്ടോമാറ്റിക് ബോക്സുകളിലെ വല്ല കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആളെ കോൺടാക്ട് ചെയ്താൽ നമ്മളതിന് എന്ത് വർക്ക് ചെയ്യണമെങ്കിൽ പൂർണ്ണത്തിലും നമ്മളെ മണ്ടയിലാണ് കേട്ടോ വിടാറ്. ഞാൻ ഏത് ഗിയർ ചെയ്യുകയാണെങ്കിൽ 6 മന്ത് വാറണ്ടി കൊടുക്കും. പേഴ്സണലി സുധിൽ ഒരു വർഷത്തോടെ കൂടിയാണ് ഒരു ഗിയറിനെ വേണം നിന്ന് കൊടുക്കുന്നത്. കാരണം നമ്മളങ്ങനെ പോയി GCC-ലാണെങ്കിൽ നമുക്ക് 2 ദിവസത്തെ വാറണ്ടി ഉണ്ട്. പക്ഷെ നമുക്കിവിടെ അങ്ങനെയല്ല. നമ്മുടെ കസ്റ്റമർ ഈസ് ബെസ്റ്റ് കിങ്. കസ്റ്റമർ ഉണ്ടെങ്കിൽ നമ്മളുള്ളൂ. കസ്റ്റമർ അവർക്കത് മുതലാണ്. അതിനനുസരിച്ച് നമ്മൾ ആ കൂടെ നിന്ന് കൊടുക്കുകയാണ്. കാരണം ഗിയർ നമുക്കറിയാം ഫുൾ റിബിലിറ്റി ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു പ്രശ്നം വരുന്നില്ല. പിന്നെ കുറച്ച് ലാഗ് അടിക്കുന്ന എന്താ വെച്ചാൽ വണ്ടിയുടെ ഒക്കെ ട്രാൻസ്മിഷൻ കൺട്രോൾ മൊഡ്യൂൾ TCM പോവുക, ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര വിലയാണ്. അത് റിപ്പയർ ചെയ്യാൻ കുറെ ഭാഗം പറ്റും, പക്ഷെ അതിന് ഭയങ്കര വിലയാണ്. ഇപ്പോൾ നമ്മളല്ലേ ഇത് മാറ്റണം. പക്ഷെ ഇത് നമ്മൾ പെറുക്കി കൂട്ടി കഴിഞ്ഞാൽ ഈ ഗിയർ റെഡി ആകാറുണ്ട്. നമ്മളിപ്പോൾ ഒരു യൂട്യൂബ് വീഡിയോ എന്തെങ്കിലും കണ്ടിട്ട് ജസ്റ്റ് അതേപോലെ സെറ്റ് ചെയ്ത് റെഡി ആവില്ല. കാരണം ഇതിന് ഓരോന്നിനും അതാത് ഡാറ്റ ഉപയോഗിച്ചിട്ട് ലീക്ക് കാര്യങ്ങൾ ടെസ്റ്റ് ഒക്കെ ചെയ്ത് കറക്റ്റ് ആക്കി കഴിഞ്ഞാൽ മാത്രമേ ഇത് റെഡി ആവുള്ളൂ. കാരണം ഓരോ ക്ലച്ചിനും ഓരോ മെഷർമെന്റാണ്, അത് കറക്റ്റ് ആക്കിയാൽ മാത്രമേ റെഡി. DST പ്രത്യേകം എന്താ പറയുക, ഇപ്പൊ നമ്മൾ ആ മെഷർ ചെയ്തപ്പോൾ കണ്ടത് ഒരു A4 ഷീറ്റ് മൊത്തം ഇതിലേക്ക് ഏറ്റവും താഴെ എത്തുമ്പോഴാണ് നമുക്ക് അതിന്റെ ഷിമ്മിന്റെ കണക്കിട്ടുന്നത്. അതായത് A + - B² എന്ന് പറഞ്ഞ പോലെ ഇക്വേഷൻ പറഞ്ഞവരാണ് ഈ സാധനം നടക്കുന്നത്. പക്ഷെ ഇത് ആരും വീഡിയോയിൽ ഞാൻ ചെയ്ത് കണ്ടിട്ടില്ല. അതിന്റെ ഒരു വീഡിയോ ചെയ്തത് ഞാൻ നോക്കിയപ്പോ കുറെ കണക്കുണ്ട് കേട്ടോ. അതായത് എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് കൃത്യമായിട്ട് കുറെ അങ്ങനെ മറ്റേ A² + B² എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കണക്കുണ്ട്. അതൊക്കെ എനിക്ക് പറഞ്ഞു തന്നു, പെട്ടെന്നല്ല മനസ്സിലായി. ഞാനത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ആളുടെ സുനിലിന്റെ ആളുടെ പേര്. വയനാടാണ് സ്ഥലം. വയനാട് നമ്മൾ കൽപ്പറ്റന്ന് മുട്ടിന് കഴിഞ്ഞാല് നമ്മൾ ടയറ്റ ഷോറൂം ഉണ്ട്. അതിന്റെ തൊട്ടടുത്ത് നമ്മൾ ബോഷ് കാർ സർവീസ്. നെക്സന്റെ നേരെ ഓപ്പോസിറ്റ്. ഈ സ്ഥലത്ത് നമ്മൾ പറയുന്നത് വാരിയാട് എന്നാണ് പറയുന്നത്, അതായത് കൽപ്പറ്റ വാരിയാട്. അപ്പൊ എന്തെങ്കിലും ഓട്ടോമാറ്റിക്കിന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആളിന് വിളിച്ചിട്ട് കൊണ്ടുവന്നേട്ടാ. ബുക്കിംഗ് ഉണ്ട്. ബുക്കിംഗ് ഇവിടെ പുള്ളിക്കാരപ്പോ വന്ന അവസ്ഥ ഉണ്ടല്ലേ. നമ്മളിപ്പോ 20 ദിവസമായിട്ട് ഞങ്ങൾ വണ്ടി എടുത്തിട്ടില്ല സത്യം പറഞ്ഞാല്. കൊണ്ടുവരരുതെന്ന് പറയണം, കാരണം വിളിച്ചിട്ട് വരരുതെന്ന് പറയണം, വരണം എന്ന് പറയണം. കാരണം ഓട്ടോമാറ്റിക്കിന്റെ സ്പെയർ നമുക്ക് ഇന്ത്യയിൽ കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. പക്ഷെ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ മാക്സിമം എത്തിച്ചത് കസ്റ്റമറെ മാക്സിമം സഹായിച്ച് കൊടുത്തുകൊണ്ട്. അതിന് മെയിൻ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്ന് ചെയ്താൽ അതിന്റെ പുറത്തെടുത്താൽ നമ്മളെ മണ്ടേ തന്നെയാണ്. അപ്പോൾ അതാണ് നമ്മൾ എന്താക്കുന്നത്, ഓരോ വണ്ടി എടുക്കുമ്പോൾ നമ്മൾ ലാഗ് അടിക്കുന്നത്, സമയം ചോദിക്കുന്നത്. അപ്പൊ സമയം കൊടുക്കുക, അതുപോലെ തന്നെ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വരിക കേട്ടാ. ഓട്ടോമാറ്റിക് ബോക്സ് കമ്പനി ഉണ്ടെങ്കിൽ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വരിക. വെറുതെ അനാവശ്യമായിട്ട് നമ്പർ കൊടുക്കാതെ, പക്ഷെ അനാവശ്യമായിട്ട് വിളിച്ച് കോൾ ചെയ്ത് ബുദ്ധിമുട്ടിക്കാതിരിക്കുക. ആവശ്യങ്ങൾക്ക് മാത്രം വിളിക്കുക കേട്ടാ. അപ്പൊ ഓക്കെ അല്ലേ? ഓക്കെ, ബൈ.